ഹായ് ഓൾ. നമുക്ക് ഇന്നത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് സറണ്ടറാണ്. നിങ്ങളിപ്പോൾ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെയുള്ളൊരു ടെൻഷൻ ഭഗവാനിലോട്ട് സമർപ്പിച്ച് നിങ്ങൾ ഫ്രീ ആകൂ എന്നാണ് ഇവിടെ ഭഗവാൻ ആദ്യമേ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഭാരം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ട, എല്ലാം ഭഗവാനോട് പറഞ്ഞ് സറണ്ടർ ആകാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാനെ ഉറച്ച് വിശ്വസിച്ച് അതിന് ഭഗവാന് പ്രവർത്തിക്കാൻ ഇതെല്ലാം ഡിവൈൻ പ്ലാനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിന് ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ച് നിങ്ങൾ നിൽക്കാണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനൊരു തടസ്സം ഉണ്ടാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാന് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് ഡു യുവർ കർമ്മ. നിങ്ങൾ ഒരു മുടക്കവും കൂടാതെ നിങ്ങളുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്തു പോവുക. പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ഹൈ എനർജി വൈബിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കർത്തവ്യം ചെയ്യൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഔട്ട്കം നിങ്ങളിലോട്ട് ഭഗവാൻ കൊണ്ടെത്തിച്ചു തരും എന്നൊരു ഉറപ്പ് കൂടി ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. നിങ്ങളുടെ സോൾ ഗ്രോത്തിന് സഹായിക്കുന്ന ആരൊക്കെയാണോ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അവരെയൊക്കെ ഒന്ന് അംഗീകരിക്കുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നോക്കുക. പിന്നെ ഒരു മെസ്സേജ് ഇവിടെ ഉണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ തന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട് ഭഗവാനുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും തടസ്സം നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു ഗ്യാപ്പ് നിങ്ങൾ എന്തായാലും സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് ഭഗവാനായിട്ട് തന്നെ തട്ടി മാറ്റുന്നതാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും വേറെ രീതിയിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും ചിന്തകളും ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടെ തരുന്നുണ്ട്. ദുഷ്ചിന്തയും പ്രവൃത്തിയും ഒക്കെ നമ്മൾക്ക് തന്നെ ഒരു ബാഡ് കർമ്മ കൊണ്ടുവരും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും ഉണ്ട്. പിന്നെ നിങ്ങളുടെ ദേഷ്യം, ഇതിൽ കുറച്ച് പേര് ദേഷ്യം ഒക്കെ ഉള്ളവരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ദേഷ്യവും ആങ്സൈറ്റിയും ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക, മറ്റുള്ളവരുടെ അടുത്തുള്ള സംസാരമൊക്കെ ഒന്ന് നിയന്ത്രിക്കുക, സ്വയം ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുക എന്നുള്ളൊരു ഗ്രേറ്റ് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നാൽ പോലും നിങ്ങളൊന്ന് ആത്മസംയമനം പാലിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം അവിടെ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് തന്നെ അതൊരു ബാഡ് കർമ്മയായിട്ട് വരുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. അതെപ്പോഴും മനസ്സിൽ കരുതുക കേട്ടോ. പിന്നെ ഷെയർ യുവർ ബൗണ്ടറീസ്, അതായത് നിങ്ങളിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ അറിവായിരുന്നാലും നിങ്ങളുടെ സ്നേഹമായിരുന്നാലും നിങ്ങളുടെ കെയർ ആയിരുന്നാലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നാലും മറ്റ് വസ്തുവകകൾ എന്ത് തന്നെ ആയിരുന്നാലും അത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിങ്ങനെ ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആനിമൽസിനും ബേർഡ്സിനും കാക്കയൊക്കെ വരുവാണെങ്കിൽ അതിനും ഒക്കെ ഫുഡും വെള്ളമൊക്കെ കൊടുക്കാൻ നിങ്ങൾ ഒന്ന് ശ്രമിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു ഓർമ്മപ്പെടുത്തലൂടെ ഉണ്ട്, അതായത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഭഗവാൻ തരുന്നതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന വിജയങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഉള്ള കാരണം എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉള്ളത് കൊണ്ടാണ്, അത് അംഗീകരിക്കുക. ഇവിടെ ചിലർ നിങ്ങളുടെ സ്വന്തം സാമർഥ്യം കൊണ്ടാണ് ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ സന്തോഷങ്ങളുമൊക്കെ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ മെൻറ്റാലിറ്റി അങ്ങ് മാറ്റിക്കളയുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ ഒരു മനോഭാവം നിങ്ങൾക്കും ഭഗവാനും ഇടയ്ക്കൊരു ഗ്യാപ്പ് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് വിനയം എന്നുള്ള ഒരു ഇമോഷനാണ്, അത് ഓർമ്മിക്കുക. പിന്നെ നമ്മുടെ ഗീതാ ഡെക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ കാർഡ് അനുസരിച്ച് ഭഗവാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ നിലനിൽപ്പിനും ഉറവിടം ഭഗവാനാണ്. അത് ആത്മീയമായിട്ടുള്ളതായിരുന്നാലും ശരി തന്നെ, ലൗകികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ, എല്ലാത്തിനും ഉറവിടം ഭഗവാൻ തന്നെയാണ്.
ഇത് മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാർ ഓർ ബുദ്ധിമതികൾ ഭഗവാനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മങ്ങളും ഇവിടെ ഭക്തി എന്നുള്ളത് യാന്ത്രികമായി സംഭവിക്കാനുള്ള ഒരു കാര്യമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാനുള്ള ഒരു കാര്യമാണ്. അതിൽ ഇമോഷൻസ്, ഭക്തി, അണ്ടർസ്റ്റാൻഡിങ്, സറണ്ടർ മനോഭാവം ഇതെല്ലാം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അത് യാന്ത്രികമായി സംഭവിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ ഭഗവാൻ അങ്ങനെയുള്ള നിങ്ങളിൽ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നിവിടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ പ്രകടനങ്ങൾക്കൊന്നും അല്ല കാര്യം, ഭഗവാനിൽ സ്വയം സമർപ്പിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.